ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. തുർക്കി ട്രാവൽ വ്ലോഗിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസ ആപ്ലിക്കേഷൻ, ഫ്ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ ബുക്കിംഗ്, ഇസ്താംബുൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാർട്ടിൽ മിക്ക ആൾക്കാരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കപ്പഡോക്യ എങ്ങനെ വിസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കപ്പഡോക്യ എന്ന് പറയുന്നത് ഒരു പ്ലേസ് അല്ല, ഇറ്റ്സ് എ റീജിയൻ. ഗൊരേമി, നവ്സഹീർ, ഉച്ചിസർ തുടങ്ങി കുറേ ചെറിയ ചെറിയ സിറ്റീസ് കൂടി ചേർന്നിട്ടുള്ള ഒരു റീജിയനാണ് കപ്പഡോക്യ എന്ന് പറയുന്നത്. ഇത് ഇസ്താംബുളിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്ററിൽ കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് എങ്ങനെ പോകാമെന്ന് നോക്കാം. നമ്മൾ ബസ്സിലോ ട്രെയിനിലോ പോകുകയാണെന്നുണ്ടെങ്കിൽ കപ്പഡോക്കിയയിൽ നമുക്ക് പോകേണ്ട പ്ലേസ് ആയിട്ടുള്ള ഗൊരേമിയിലോട്ടേക്ക് ഡയറക്റ്റ് സർവീസസ് ഇല്ല. പകരം തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അങ്കാരയിലോട്ടൊക്കെ പോകണം. അവിടുന്ന് നമ്മൾ നവ്സഹീറിലേക്ക് ബസ് ചേഞ്ച് ചെയ്യണം. വീണ്ടും നമ്മൾ ഗൊരേമിയിലോട്ടേക്കുള്ള ഷട്ടിൽ ബസ്സസ് എടുക്കണം. അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റി ഇസ്താംബുൾ അല്ലേ, അങ്കാര അല്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി ഈ സെയിം ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. തുർക്കി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ക്യാപിറ്റൽ സിറ്റി അങ്കാരയാണ്. ഇസ്താംബുൾ ആയിരുന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇസ്താംബുൾ ആയിരുന്നു 1923 വരെ. അതിനുശേഷം അങ്കാരയാണെന്നുള്ളത്. അപ്പോൾ എന്നെപ്പോലെ ഇത് ഫസ്റ്റ് ടൈം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലോ ട്രെയിനിലോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും ചേഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു 15 to 18 hours എടുക്കും. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്ലൈറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ പകുതിയിലും കുറവേ ഉള്ളൂ. അപ്പോൾ ബഡ്ജറ്റ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ പോകാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇസ്താംബുളിൽ നിന്ന് റെൻ്റൽ കാർ എടുത്തിട്ട് കപ്പഡോക്കിയയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് വാലിഡ് GCC ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉള്ള ഏതൊരാൾക്കും ഇവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനും ഏകദേശം ഒരു 9 to 12 hours ഒക്കെ എടുക്കും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേ എന്ന് പറയുന്നത് ഫ്ലൈറ്റിലാണ്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ടിക്കറ്റ്സ് കിട്ടുന്നത് എയർപോർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സബീഹ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏഷ്യൻ സൈഡിലുള്ള മിക്ക ആൾക്കാരും സബീഹ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എക്സിറ്റ് അടിക്കുന്നതിൻ്റെ മുന്നേ എയർപോർട്ടിൽ കപ്പഡോക്കിയയിലേക്കുള്ള ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള കൗണ്ടേഴ്സ് കാണാൻ പറ്റും. അവിടുന്ന് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 3000 ലിറയാണ് വരുന്നത്. ഞങ്ങൾ പോയ ടൈമിലുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് കേട്ടോ ഇത്. പിന്നെ മിക്ക സീസണിലും ഈ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ചില സീസണിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് ഫ്ലൈറ്റ് ടൈം വരുന്നത് ഒരു 1.5 hours ആണ്. നമുക്ക് പോകേണ്ട ഗൊരേമിയുടെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് വരുന്നത് നവ്സഹീറാണ്. അപ്പോൾ ആദ്യം നവ്സഹീറിലേക്കുള്ള ടിക്കറ്റ്സ് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രം കൈസരി എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ്സ് ചെക്ക് ചെയ്യുക. നവ്സഹീറിൽ നിന്ന് ഗൊരേമിയിലോട്ടേക്ക് ഏകദേശം 40 kilometers ആണുള്ളത്. കൈസരിയിൽ നിന്നാകുമ്പോൾ 80 kilometers ഉണ്ട്. പക്ഷേ കമ്പാരറ്റീവ്ലി വലിയ എയർപോർട്ട് കൈസരി ആയതുകൊണ്ട് കൂടുതൽ സർവീസസ് ഉള്ളത് കൈസരി എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടുന്ന് 2 എയർപോർട്ട്സിൽ നിന്ന് നമുക്ക് എയർപോർട്ട് ഷട്ടിൽസ് ഉണ്ട് ഗൊരേമിയിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഭയങ്കര ഈസിയാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് റെൻ്റൽ കാർ എടുത്ത് പോകണമെന്നാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് റെൻ്റൽ കാർ എടുത്തിട്ട് പോകാനും പറ്റും. ഇനി നമുക്ക് സബീഹ എയർപോർട്ടിൽ നിന്ന് ഈ 2 എയർപോർട്ട്സിലേക്കും ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബഡ്ജറ്റാണോ ടൈമാണോ ഏതാണോ സേവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഏതായാലും 1 way ബൈ റോഡാണ് പോയിട്ടുണ്ടായിരുന്നത്, ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുർക്കിയുടെ എല്ലാ ഭാഗങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പോകുന്ന വഴിക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അങ്കാര. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 18 hours ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സും ട്രെയിനൊക്കെ ആണോ തുർക്കിയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടു. ഇപ്പോൾ തുർക്കിയുടെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിലെ പോലെ തന്നെ ഡിഫറെൻ്റാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇപ്പോൾ ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ബസ്സിൽ അവർ ഫുഡും പിന്നെ സ്നാക്സും ഇടയ്ക്ക് ഡ്രിങ്ക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ക്യാപ്റ്റൻ, ക്രൂ എന്നൊക്കെയാണ് പറയുന്നത്. അവരൊക്കെ ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളെപ്പോലെ ഈ പ്ലേസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 way ബസ്സിൽ പോവുക, തിരിച്ച് ഫ്ലൈറ്റിൽ വരിക. ഞങ്ങൾ ചെയ്ത പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു നീണ്ട 18 hours ട്രാവലിന് ശേഷം ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കപ്പഡോക്യ റീജിയനിൽ നമ്മൾ ഗൊരേമിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനൊക്കെ പകരം കമ്മിങ് 2 days ചെയ്യാനുള്ള ആക്ടിവിറ്റീസൊക്കെ ബുക്ക് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഡയറക്റ്റ് അവരുടെ അടുത്ത് പോയിട്ട് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി വഴിയാണ് ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 days ആണ് കേട്ടോ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം 3 days ആണ് കപ്പഡോക്യ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടു. കാരണം ചെറിയൊരു റീജിയനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ബലൂൺ റൈഡ്,
ഈവനിങ് ഒരു ATV ടൂറ്, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് 9:30 to 5 o'clock ഒരു ഗ്രൂപ്പ് ടൂറാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ടൂർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. റെഡ് ടൂറ്, പിന്നെ ക്ലാസിക്കൽ കാർ റൈഡ്, പിന്നെ കുറേ ഫോട്ടോഷൂട്ട്സ് ഉണ്ട്, ഹോഴ്സ് റൈഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്ടിവിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് മാറ്റാൻ പറ്റും. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള റെപ്യൂട്ടേഷൻ ഏജൻസി ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. പകരം അവർ സ്റ്റാഫ്സ് എല്ലാവരും കൂടി പുതിയൊരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പ വെഞ്ചർ ട്രാവൽ ഏജൻസി എന്നാണ് ഈ ഒരു ഏജൻസിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ ഏജൻസീസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നൊക്കെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്താംബുൾ ആയാലും കപ്പഡോക്ക ആയാലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് അവർ കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് പറയും. നമ്മളത് ബാർഗെയിൻ ചെയ്തിട്ട് റിയൽ പ്രൈസിലേക്ക് എത്തിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ 2 days താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലിൻ്റെ പേര് മറ്റിയാന കേവ് ഹോട്ടൽ എന്നാണ് കേട്ടോ. അപ്പോൾ കപ്പഡോക്കയുടെ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഒരുപാട് കേവ്സ് ഉണ്ട്, അതായത് ഫെയറി ചിമ്നീസ് ഉണ്ട്. പണ്ടുള്ള ആൾക്കാർ ഇത് തുറന്നിട്ട് കേവ്സ് ആക്കിയിട്ട് താമസിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് റിനോവേഷൻ ചെയ്തിട്ട് ഹോട്ടൽസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കേവ് ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. Booking.com വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇസ്താംബുളിലുള്ള സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്, 35 euro ആയിരുന്നു. പിന്നെ കേവ് ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ റൂമും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറുതായിരിക്കും, പക്ഷേ ഇവർ നല്ല വൃത്തിക്ക് അത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു സൗകര്യക്കുറവൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ബെഡൊക്കെ വരുന്നുണ്ട്. സൈഡിൽ ഡ്രസ്സ് ചെയ്യാനും ഡ്രസ്സൊക്കെ വെക്കാനൊക്കെ ഉള്ള ചെറിയൊരു ഏരിയ ഉണ്ട്. പിന്നെ ചെറിയൊരു വാഷ്റൂം ആയിരുന്നു. അതിൻ്റെ ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര സ്ക്വയർ ഒന്നല്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമുക്കത് ഭയങ്കര വിശാലമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കപ്പഡോക്കയിൽ ഇസ്താംബുളിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണ്. കേവ് ഹോട്ടലും കൂടെ ആയതുകൊണ്ട് തണുപ്പ് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുക. പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. ഇസ്താംബുളിൽ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു. കപ്പഡോക്ക വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. പിന്നെ ഹോട്ടലിനെല്ലാം ഒരു ഔട്ട്സൈഡ് ഏരിയ ഉണ്ട്, മെയിനായിട്ട് ഒരു ടെറസൊക്കെ ഉണ്ട്, ടെറസ് ഏരിയ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ തരുന്നത് ടെറസിലിരുന്നിട്ടാണ്, നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൽ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റും ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ ഫെയറി ചിമ്നീസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇവിടെ പണ്ട് കാലത്ത് ഒരു 60 million years കൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും അതിനെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പൊക്കെ കാരണമാണ് ഇങ്ങനത്തെ ഫോർമേഷൻസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്ക ഹോട്ടലിൻ്റെയും ടെറസ് നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഇതുപോലെ കേവ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏർലി മോർണിംഗ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബലൂൺസൊക്കെ റൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് ബലൂൺസ് ഒന്നുമില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ബലൂൺ റൈഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഏർലി മോർണിംഗ് ഒരു 4 o'clock ആകുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഏജൻസി നമ്മളെ വന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കപ്പഡോക്കയിൽ ഏത് ആക്ടിവിറ്റി ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഇൻക്ലൂഡ് ആയിരിക്കും. അതുകൊണ്ട് സെപ്പറേറ്റ് വേറൊരു വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ബലൂൺ റൈഡിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 79 euro മുതൽ 150 euro വരെയുള്ള റേഞ്ചിലുള്ളതുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റേതായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏജൻസീസുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് എടുക്കാം. പിന്നെ ഇത് നമ്മൾ എത്ര തന്നെ പ്രീ ബുക്കിംഗ് ചെയ്താലും നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ക്ലൈമറ്റിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും ഇവർ റൈഡ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഏതായാലും ലക്കി ആയിരുന്നു. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന വീക്കിൽ 2 days മാത്രമാണ് റൈഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കപ്പഡോക്കയിൽ ലാൻഡ് ചെയ്ത ഡേയും പിന്നെ ഞങ്ങൾ റൈഡ് ചെയ്ത ഡേയും, ബാക്കി അങ്ങോട്ട് ബലൂൺ റൈഡ്സൊക്കെ ക്യാൻസൽ ആവുമായിരുന്നു, ക്ലൈമറ്റിൽ ചേഞ്ച് വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ ബലൂൺസിൽ ഓൾറെഡി റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബലൂണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഹീറ്റ് കൊടുത്തിട്ടാണ് അവർ ബലൂണ് ബ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി സെറ്റായാലും മാത്രമേ റൈഡ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ബലൂൺ റൈഡിൽ ഒരു ബാസ്ക്കറ്റിൽ 25 പീപ്പിളാണ് കേട്ടോ വരുന്നത്, ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ. അപ്പോൾ 24 ആണ് നമ്മൾ ഇതിൽ ആൾക്കാർ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡ് ആയിരിക്കും. നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡ് ആയിരിക്കും.
അങ്ങനെ ഫൈനലി ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ പേര് ഇസ്മായിൽ എന്നായിരുന്നു കേട്ടോ. ആളടക്കം ഞങ്ങളുടെ എൻ്റെയർ ക്രൂ ഭയങ്കര ചിൽ മോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായിരുന്നു, നല്ല വൈബായിരുന്നു. ലൈഫിൽ എന്തായാലും ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത്. ഇതിൽ നിന്ന് കാണുന്ന താഴത്തേക്കുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിലും പിന്നെ സൺറൈസിൻ്റെ വ്യൂ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഇൻക്രെഡിബിൾ വ്യൂ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ബ്യൂട്ടി നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെയർ തുർക്കി ട്രിപ്പ് നമുക്ക് വേർത്തായിട്ട് തോന്നും ഈ ഒരു റൈഡ് തുടങ്ങുമ്പോഴത്തേക്കും. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 40 to 45 മിനിറ്റ്സ് ആണ് റൈഡിൻ്റെ ടൈം വരുന്നത്. പിന്നെ ഇത് മേലെ നിന്നുള്ള വ്യൂ ആണ്. താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വേറെ ബലൂൺസും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഫെയറി ചിമ്നീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സൺറൈസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ വ്യൂ ആയിരുന്നു താഴെ മൊത്തത്തിൽ. പിന്നെ ഇതിൻ്റെ ഒരു 360 ഡിഗ്രി വീഡിയോ അവർ തന്നെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരുടെ ഈ പാക്കേജിൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്, അവർ ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈഡ് കഴിഞ്ഞപ്പോൾ അവരുടെ വക ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. നോൺ ആൽക്കഹോളിക് ഷാമ്പെയിനാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്രൂവിന് വേണ്ടിയിട്ട് നമ്മൾ ടിപ്സ് കൊടുക്കുന്ന ഒരു ചെറിയ ട്രഡീഷനും കൂടിയുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കപ്പഡോക്യയിൽ ഗുരമിയിലുള്ള ഒരു പോട്ടറി ഷോപ്പിലേക്കാണ്. ഇവിടെ ഇതുപോലെ ഒരുപാട് പോട്ടറി ഷോപ്സ് ഉണ്ട്. കപ്പഡോക്യ മെയിനായിട്ടൊരു പോട്ടറി വർക്കിൻ്റെ ഒരു പ്ലേസും കൂടെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 2-3 പീസസൊക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ഈ വക സാധനങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കപ്പഡോക്യ നല്ലൊരു ബെസ്റ്റ് പ്ലേസാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോട്ടറി ഷോപ്പ് വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. ഇവിടെ കപ്പഡോക്യയിൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ റൺ ചെയ്യുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ആണ്, ടെറസിലൊക്കെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോംലി ഫുഡൊക്കെ കിട്ടും. പിന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഇസ്താംബുളിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഫുഡ് അടക്കം എല്ലാത്തിനും കുറച്ച് പ്രൈസ് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ATV ടൂറിന് പോയി. ഇപ്പോൾ ഇതൊരു ബൈക്ക് റൈഡാണ്. നമുക്കൊരു ബൈക്കിൽ 2 പേർക്ക് പോകാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആൾ നമ്മളെ കൊണ്ടുപോകും, ജസ്റ്റ് ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് €35 ആണ് കേട്ടോ പെർ പേഴ്സൺ വരുന്നത്. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് കുറേ നല്ല നല്ല പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് ഹോഴ്സ് റൈഡൊക്കെ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഓപ്റ്റ് ചെയ്യാം.
ATV ടൂറിലെ ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിരുന്നു ഇത്. ലവ് വാലി എന്നാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വരുന്നത്. സ്പെഷ്യലി ഫോർ കപ്പിൾസ് ആണ്. പണ്ടെങ്ങാനും ഏതോ കപ്പിൾ ഇവിടെ വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ലവ് വാലി എന്ന് അറിയപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇവിടുത്തെ ഫെയറി ചിമ്നീസിന് ഹാർട്ട് ഷേപ്പാണ്, അതുകൊണ്ടാണ് ലവ് വാലി എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആവറേജ് സ്പോട്ട് അത്രേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ സ്പെഷ്യാലിറ്റി കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇന്നലെ ബലൂൺ റൈഡിൽ ഓൾറെഡി നമ്മൾ ഈ സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് നല്ല സ്പോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഇപ്പോൾ തുർക്കിയിലെ സ്പെഷ്യലായിട്ടുള്ള തുർക്കിഷ് കോഫിയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ടേക്ക് നീങ്ങി. ATV ടൂറിലെ സെക്കൻഡ് ലൊക്കേഷനാണിത്. ഇതെന്തോ ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയോ അങ്ങനെ എന്തോ ആണ്. പണ്ട് ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ആണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ ഫെയറി ചിമ്നീസൊക്കെ തുറന്നിട്ട് പിന്നെ വീടുകളാക്കിയിട്ടും അതുപോലെ തന്നെ മൊണാസ്ട്രീസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കപ്പഡോക്യ വന്നിറങ്ങിയത് മുതൽ ഇതുപോലത്തെ ഫോർമേഷൻസ് ഒക്കെ കാണുമ്പം ഇതിലേതെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഇവിടുത്തെ തുർക്കിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫേമസ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ലൊക്കേഷനാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ ഇവരുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സും പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഇപ്പോൾ ചുറ്റിലും ഒരുപാട് ചെറിയ ചെറിയ ഫെയറി ചിമ്നീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂട്ടത്തിൽ ഒരു വലിയ ഇതാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം അവരവർക്ക് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ താമസിക്കാനൊക്കെ ഉള്ള രീതിയിൽ അവർ പണ്ട് മുതൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ATV ടൂറിലെ ഫൈനൽ ലൊക്കേഷനാണിത്. ഇതൊരു സൺസെറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് സൺസെറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരൊക്കെ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൺസെറ്റ് സൺറൈസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏതൊക്കെ ലൊക്കേഷനിൽ നിന്ന് കണ്ടാലും എത്ര ടൈം കണ്ടാലും ഒരു മടുക്കാത്ത വ്യൂ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഭയങ്കര ക്ഷമയോടുകൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്തായാലും നല്ല ഒരു സൺസെറ്റ് ആയിരുന്നു. അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ ATV ടൂർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. നല്ല ലൊക്കേഷൻസൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് 9:30 to 5 o'clock നമ്മളൊരു ഗ്രൂപ്പ് ടൂറാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ ടൂർ എന്നാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ടൂറിൻ്റെ പേര്. ഇതിന് പകരം നിങ്ങൾക്ക് റെഡ് ടൂറൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വേറെ സൈഡിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. കൂടെ ഒരു 20ഓളം ആൾക്കാരുണ്ട്. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ട്. ഗൈഡ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം ഞങ്ങളടുത്ത് ക്യാമറ എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും. എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഗൈഡ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററീസും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു.
സെക്കൻഡ് ലൊക്കേഷൻ്റെ ഒരു ജ്വല്ലറി ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് ഒരുപാട് ജ്വല്ലറീസ് അവർ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റോൺസിനോടും ജ്വല്ലറീസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാനും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഷോപ്പായിരുന്നു. പിന്നെ ഇവിടെ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റോൺസിൻ്റെ ഒക്കെ സ്റ്റോറീസും അതുപോലെ തന്നെ തുർക്കിയിൽ മാത്രം സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്റ്റോൺസിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ലൊക്കേഷൻ ഇന്നത്തെ ഗ്രീൻ ടൂറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. ദെരിങ്ക്യു അണ്ടർഗ്രൗണ്ട് സിറ്റി എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് പോലെ തന്നെ ഇതൊരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് കേട്ടോ. പണ്ടുള്ള ആൾക്കാർ ഒരു ഹൈഡിങ് പ്ലേസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ അണ്ടർഗ്രൗണ്ട് സിറ്റീസ്. കപ്പഡോക്യ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു 200ഓളം അണ്ടർഗ്രൗണ്ട് സിറ്റീസ് കാണാൻ പറ്റും. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഖൈമാക്ലിയും ദെരിങ്ക്യു ആണ് നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം 250 ഫീറ്റ് അടിയിലായിട്ടാണ് വരുന്നത്. 8 ലെവൽസ് ഒക്കെ ആയിട്ടാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. 20,000 പീപ്പിളിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലുപ്പത്തിലാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവിധ സെറ്റപ്പും ഉണ്ട്, വീടുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെമിത്തേരീസ് വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രീതിങ് ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം ഇവരിത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മോർ ദാൻ 50 വെന്റിലേഷൻ ഷാഫ്റ്റുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൽ ഏറ്റവും വേർത്തായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇപ്പോൾ കപ്പഡോക്യ വിസിറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒന്നുകിൽ ദെരിങ്ക്യു അല്ലെങ്കിൽ കൈമാക്ലി ഏതെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി എന്തായാലും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ എക്സ്ട്രാ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല.
എന്തായാലും കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഏജൻസി തന്നെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വിസിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഇഹിലാറ വാലി എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വരുന്നത്. നല്ല അടിപൊളി സ്പോട്ടാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഫോണിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ക്ലാരിറ്റിയിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാലിയുടെ താഴത്ത് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലഞ്ചും നമ്മളുടെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന സമയത്ത് മെനു ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് നാർലിഗോൾ ക്രാറ്റർ ലേക്ക് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലോട്ടാണ് കേട്ടോ. ഇതൊരു നാച്ചുറൽ ലേക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ എന്തോ ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആയിരുന്നു. ഇവിടെ കുറച്ച് ടൈം മാത്രമേ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. ഇത് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഒരുപാട് തുർക്കിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കോഫി പൗഡർ, സ്നാക്സ്, സ്വീറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഷോപ്പിംഗ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതായത് തുർക്കിയുടെ ഓൺ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു പിന്നെ ഷോപ്പായിരുന്നു ഇത്. കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന ആൾ ഭയങ്കര വൃത്തിക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ലാസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ കപ്പഡോക്യ ട്രിപ്പും അതുപോലെ തന്നെ തുർക്കി ട്രിപ്പും അവസാനിക്കുകയാണ്. ഗൊരേമി പനോരമ എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര്. തുർക്കിയിൽ ഇസ്താംബുളും കപ്പഡോക്യ എന്നല്ലാതെ ഇനി ഒരുപാട് നല്ല നല്ല ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും തുർക്കിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.